ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് പ്രിയങ്ക വി രോഹിത്. ഞാൻ ARലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും സൈക്കോളജി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ടാബു ആണ്. എത്രത്തോളം നമ്മുടെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞാൽ ഒരു ടാബു ആണ് സൊസൈറ്റിയിൽ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ സംസാരിക്കാൻ വേണമല്ലോ. ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയാൻ പറ്റില്ല, ഫ്രണ്ട്സിനോട് പറയാൻ പറ്റില്ല. ബിക്കോസ് എല്ലാവർക്കും ഒരു ഫീലുണ്ട് ലൈക്ക് ജഡ്ജ് ചെയ്യാവോ ഞങ്ങളെ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്നുള്ളൊരു ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. ഇനി ഒരു സൈക്കോളജിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ചെയ്യണത് വി ലിസൺ ടു യുവർ പ്രോബ്ലംസ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അത് യാതൊരു വിധത്തിലുള്ള ജഡ്ജ്മെൻറ്റ്സും ഒന്നുമില്ലാണ്ട് ഞങ്ങൾ നിങ്ങളുടെ പ്രോബ്ലംസിനെ കേൾക്കും. കേട്ടിട്ട് സൊല്യൂഷൻസ് ഞങ്ങളല്ല പറഞ്ഞിരുന്നത്. ആക്ച്വലി ഞങ്ങൾ വി ആർ ഗിവിങ് യു ആൻ ഇൻസൈറ്റ്. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? അത് നിങ്ങൾക്ക് തന്നെ ആദ്യം സ്വയം മനസ്സിലാവാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ബേസിക്കലി എ സൈക്കോളജിസ്റ്റ് ഡീൽസ് വിത്ത് സ്ട്രെസ്സേഴ്സ്. നമ്മുടെ ലൈഫിൽ പലതരം സ്ട്രെസ്സേഴ്സ് ഉണ്ട്. നമുക്ക് വർക്കിൽ സ്ട്രെസ് ഉണ്ടാവും, ഫാമിലി ലൈഫിൽ സ്ട്രെസ് ഉണ്ടാവും, പിന്നെ എന്താ പറയുക ഫിസിക്കൽ സ്ട്രെസ്സേഴ്സ് ഉണ്ടാവും ലൈഫിൽ. അതൊക്കെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഓവർകം ചെയ്യാൻ പറ്റും, ആ ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യലാണ് ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഡ്യൂട്ടി. ഇനി കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ ലെയ്മൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ലെയ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ആങ്സൈറ്റി ഉണ്ട്, ടൈം മാനേജ്മെൻ്റ് ഇല്ല, ഡിപ്രഷൻ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോളജിസ്റ്റ് നമുക്ക് പറഞ്ഞുതരും. പോട്ടെ, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ. ചെറിയ കാര്യങ്ങൾ, നമുക്കിപ്പോൾ ഒരു സ്ലീപ്പ് ഇഷ്യൂ ഉണ്ട്, സ്ലീപ്പ് ഡിസോർഡർ ഉണ്ട്, അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? അതല്ല, നമുക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്. ഇപ്പോൾ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ജങ്ക് ഫുഡിൻ്റെ ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ആ ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ അറിയാം, നമ്മൾ വെയിറ്റ് വെക്കുന്നുള്ള കാര്യം മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. പക്ഷെ അത് കാരണം കൊണ്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് എന്തൊക്കെ പ്രോബ്ലംസ് വരുന്ന ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങളെ പറഞ്ഞു തരുന്നത്. അതുകൂടാണ്ട് കുട്ടികളുണ്ടല്ലോ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ അഡോളസൻസ്, അവർക്ക് എക്സാം ടൈം ആകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ നിൽക്കണില്ല, ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മെമ്മറി ടെക്നീക്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. സോ ഓവറോൾ ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങളൊരു ഡോക്ടറായിട്ട് കാണാണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ കാണാണ്ട് ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് കാണാം. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് കാണാം. ആൻഡ് ഡു അപ്രോച്ച് എ സൈക്കോളജിസ്റ്റ് വെൻ യു ആർ ഇൻ നീഡ്. താങ്ക് യു.